അപ്പൊ വീണ്ടും ഒരു ലഞ്ച് ബോക്സ് അങ്ങ് കണ്ടാലോ? ഒരു സെറ്റപ്പ് വാഴയിലേ ഇന്ന് കിട്ടിയത് കേട്ടോ. നല്ല പൊട്ടാതെ നല്ല മിനുമിനാന്നൊരയില. ഞാനത് സൂക്ഷിച്ച് വാട്ടിയെടുക്കുകയും ചെയ്തേ. പിന്നെ ചോറ്, ചൂട് ചോറ്, സോയാബീൻ അതിനകത്ത് വെക്കാൻ നോക്കിയിട്ട് ഇല ഒരു തരത്തിൽ റെഡിയായി വരുന്നില്ല. ഞാൻ പിന്നെ ഒരു കുമ്പിളങ്ങ് കുത്തി അതിനകത്തോട്ടങ്ങ് വെക്കാന്ന് വിചാരിച്ച്. ഈ കുമ്പിള് കുത്തുന്ന കണ്ടപ്പോഴേ എനിക്ക് ഈ വയണയിലയപ്പം തിന്നാൻ തോന്നുന്നു കേട്ടോ. ആരെങ്കിലും എനിക്കത് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇനി കുഞ്ഞ് ആരെങ്കിലും സോപ്പിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു വീഡിയോ ഞാനങ്ങ് ഇടാം കേട്ടോ. അപ്പൊ പിന്നെ പച്ച ചീര തോരനെ അത് ഞാൻ കാന്താരി അരച്ചിട്ടുണ്ട്. കാന്താരി കിട്ടിയത് എങ്ങനാന്നറിയോ? ഞാന് ഒരു ദിവസം ടൗണിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി എന്നും കാണും ഗൗതം ഫിനാൻസിന്റെ വീട്ടില്. അവർ അമ്പഴങ്ങയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്തും തരാൻ മനസ്സാ. നമ്മള് അവരുടെ വീട്ടില് ചേച്ചി എന്ത് പച്ചക്കറിയൊക്കെ നിൽക്കുന്ന കണ്ടാലൊക്കെ ചോദിച്ചു, എന്താ ചേച്ചി പിച്ചിക്കോ? എന്ത് നല്ല കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാരാന്നറിയോ? അത് അവന് ചോറും വെച്ച് ചീരത്തോരനും സോയാബീനും വെച്ച് അവന് അച്ചാറൊന്നും വേണ്ടേ. അപ്പൊ മോന് മാത്രമേ ഉള്ളൂ, കൂട്ടുകാരന് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആ മോന് മാത്രമേ ഞാൻ വെച്ചോളൂ. അവന്റെ ചോറ് മാറ്റി വെച്ചിട്ട് ലച്ചുമോക്ക് ഞാൻ ചൂടോടെ ചോറങ്ങിട്ട് ചൂടോടെ ഇടുന്ന എന്താണെന്നറിയോ? ഇപ്പൊ ഈ ഉച്ചയ്ക്ക് തുറക്കുമ്പോഴും ചെറിയൊരു ചൂട് കാണും. മഴയൊക്കെ അല്ലേ, ഒരുപാട് തണുത്തിരുന്നാൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ തോന്നത്തില്ല. അപ്പൊ സോയാബീൻ അവക്ക് കൂടുതൽ വെച്ച് അവക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവക്കും ചീരത്തോരൻ വെച്ച്, സാധാരണ ചീരത്തോരൻ ഇഷ്ടമാ ഇന്ന്, പക്ഷെ അവക്ക് എന്തോ വലിയ പിടുത്തം തോന്നിയില്ല. മീൻകറിയും വെച്ച് അവക്ക് പിന്നെ ശകലം അച്ചാർ വെച്ച്, അച്ചാറുണ്ടെങ്കിൽ അവള് പറയുന്ന ഉച്ചയ്ക്ക് ചോറുണ്ടിട്ട് അച്ചാറ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേ.